ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് ചാപ്പറോൺസ് ഇൻ പ്രോട്ടീൻ അസംബ്ലി. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താമസിക്കാൻ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് റോൾ ഓഫ് ചാപ്പറോൺസ് ഇൻ പ്രോട്ടീൻ അസംബ്ലി. അപ്പോൾ നമ്മൾ ചാപ്പറോൺസ് എന്താണെന്നാണ് പഠിക്കുന്നത്, അതിൻ്റെ റോള് നമ്മുടെ പ്രോട്ടീൻ അസംബ്ലിയിൽ വന്നിട്ട് ചാപ്പറോൺസിൻ്റെ റോൾ എന്താണെന്നുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചാപ്പറോൺസ് ആർ പ്രോട്ടീൻസ് ദാറ്റ് ഗൈഡ് പ്രോട്ടീൻസ് അലോങ് പ്രോപ്പർ പാത്വേ ഫോർ ഫോൾഡിങ്. അപ്പോൾ ഈ ഒരു ചാപ്പറോൺസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോട്ടീൻ ഫോൾഡിങ്ങിൽ പ്രോട്ടീനെ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു പാത്വേ അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ വന്നിട്ട് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസിനെയാണ് നമ്മൾ ചാപ്പറോൺസ് എന്ന് പറയുന്നത്. അപ്പം ചാപ്പറോൺസ് എന്ന് പറയുന്നത് പ്രോട്ടീൻസ് ആണ്. അത് വന്നിട്ട് നമ്മുടെ പ്രോട്ടീൻ ഫോൾഡിങ്ങിൽ വന്നിട്ട് ആ ഒരു പ്രോട്ടീൻസിനെ കറക്റ്റ് പാത്വേ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദേ പ്രൊട്ടക്ട് പ്രോട്ടീൻസ് വെൻ ദേ ആർ ഇൻ പ്രോസസ് ഓഫ് ഫോൾഡിങ്, ഷീൽഡിങ് ദം ഫ്രം അതർ പ്രോട്ടീൻസ് ദാറ്റ് മൈറ്റ് ബൈൻഡ് ആൻഡ് ഹിൻഡർ ദ പ്രോസസ്. അതായത് ആ ഒരു പ്രോട്ടീൻ ഫോൾഡിങ്ങിൻ്റെ ടൈമിൽ പ്രോട്ടീൻസിന് വേറെ മാൽഫങ്ഷൻസ് ഒന്നും വരാതെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടും അതിൽ വന്നിട്ട് വേറെ എന്തെങ്കിലും ബൈൻഡിങ്ങും ഡീഗ്രഡേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ആ ഒരു നമ്മുടെ പ്രോട്ടീൻ ഫോൾഡിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻസിനെ അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു ഫോൾഡിങ് പാറ്റേണൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടീനാണ് നമ്മുടെ ചാപ്പറോൺസ് എന്ന് പറയുന്നത്. മോളിക്കുലർ ചാപ്പറോൺസ് ഇൻട്രാക്ട് വിത്ത് അൺഫോൾഡഡ് ഓർ പാർഷ്യലി ഫോൾഡഡ് സബ് യൂണിറ്റ്സ്. അപ്പം ഈ മോളിക്കുലർ ചാപ്പറോൺസ് വന്നിട്ട് നമ്മുടെ അൺഫോൾഡഡ് ആയിട്ടുള്ളതും പാർഷ്യലി ഫോൾഡഡ് ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടീൻ സബ് യൂണിറ്റ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും ഈ ഒരു ചാപ്പറോൺസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേ സ്റ്റെബിലൈസസ് ദ നോൺ നേറ്റീവ് കൺഫോർമേഷൻ ആൻഡ് ഫെസിലിറ്റേറ്റ് കറക്റ്റ് ഫോൾഡിങ് ഓഫ് പ്രോട്ടീൻ സബ് യൂണിറ്റ്സ്. നോൺ നേറ്റീവ് ആയിട്ടുള്ള കൺഫോർമേഷനെ വന്നിട്ട് അവർ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേബിളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കറക്റ്റ് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. സ്റ്റെബിലൈസ് ചെയ്യാനും കറക്റ്റ് ഫോൾഡിങ്ങിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓൾദോ most newly synthesized proteins can fold in absence of chaperones, a minority strictly require them for the same. അതായത് ന്യൂലി സിന്തസൈസ്ഡ് ആയി വരുന്ന പ്രോട്ടീൻസിന് വന്നിട്ട് ഓൾമോസ്റ്റ് ചില പ്രോട്ടീൻസിൻ്റെ കേസിൽ ഈ പറഞ്ഞ ചാപ്പറോൺസിൻ്റെ ആബ്സെൻസിൽ തന്നെ ആ ഒരു ന്യൂ പ്രോട്ടീൻസിൻ്റെ സിന്തസിസും കാര്യങ്ങളും ഒക്കെ നടക്കും. പക്ഷേ ഒരു മൈനോറിറ്റി വന്നിട്ട് ഈ പറഞ്ഞ ചാപ്പറോൺസ് സ്ട്രിക്റ്റായിട്ടും വേണം. ഒരു മൈനോറിറ്റിക്ക് വന്നിട്ട് ഈ പറഞ്ഞ ചാപ്പറോൺസ് സ്ട്രിക്റ്റ് ആയിട്ടും വേണം ആ ഒരു പ്രോട്ടീൻ ഫോൾഡിങ്ങിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട്. പക്ഷേ ഓൺ ദ അതർ ഹാൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചാപ്പറോൺസിൻ്റെ പ്രസൻസ് ഇല്ലാതെ പ്രോപ്പറായിട്ട് ഫോൾഡിങ് നടക്കുന്ന പ്രോട്ടീൻസും പ്രസൻ്റ് ആണ്. Then some chaperones can assist in protein degradation, leading proteins to protease system. അതുപോലെ തന്നെ ചില ചാപ്പറോൺസ് വന്നിട്ട് പ്രോട്ടീൻ ഡിഗ്രഡേഷനിലും അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് പ്രോട്ടീൻസിനെ വന്നിട്ട് പ്രോട്ടീസ് സിസ്റ്റത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ ഒരു പ്രോട്ടീൻസിൻ്റെ ഡീഗ്രഡേഷന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ചാപ്പറോൺസും പ്രസൻ്റ് ആണ്. അപ്പോൾ ഇത്രയാണ് ചാപ്പറോൺസ് എന്നത്. ഇത് ക്വസ്റ്റ്യൻസ് അതൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് ചാപ്പറോൺസ്, എന്താണ് മോളിക്കുലർ ചാപ്പറോൺസ് എന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ എന്താണെന്നുള്ളതും ഫങ്ഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ എന്തൊക്കെയാണ് അത് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളതും എല്ലാം ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.